Good afternoon. Okay, നമ്മള് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ലാസ്റ്റ് ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ട് നമുക്ക് എടുക്കാനായിട്ട്. അതാണ് പറയുന്നത്. നമ്മളുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയായിരുന്നു ആ 3 ക്ലാസിഫിക്കേഷൻസ്? ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ്? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് നമ്മള് ഒരു ടേബിളിലൊക്കെ നോക്കി പഠിച്ചതാണ്. 3 രീതിയിലാണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഒരുപാട് 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് കവർ ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റൽസില് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പോകുന്നില്ലേ? 24 മണിക്കൂറും അല്ലെങ്കിൽ 24 hours ഒരു തടസ്സവും കൂടാണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, സബ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഒരു എന്താ പറയാ, ഒരുപാട് വ്യക്തികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. ഒരുപാട് ആൾക്കാര് പല ക്യാരക്ടർ ആയിരിക്കും, പല ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, പല ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്പോയിന്റ് ചെയ്യേണ്ടത്. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതേപോലെ നമ്മൾ എംപ്ലോയീസിന്റെ കാര്യങ്ങള്, എംപ്ലോയീസിന് കൊടുക്കുന്ന മോണിറ്ററി ബെനിഫിറ്റ്സ്, അതേപോലെ അവർക്കൊരു നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യണം. അവരുടെ സേഫ്റ്റി, എംപ്ലോയീസിന്റെ സേഫ്റ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് കൂടിയായിരിക്കാം ഏത് നമ്മുടെ ഹോസ്പിറ്റൽസ് ചെയ്യാനായിട്ട്. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അത് കൂടാണ്ട് ഹോസ്പിറ്റലില് ഫണ്ടുകൾ തന്നെ ഉണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫണ്ടുകളൊക്കെ നമ്മൾ ഹാൻഡിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മള് മെഡിക്കൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻസ്, ഒരുപാട് മെഡിക്കൽ സപ്ലൈസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ബഡ്ജറ്റുകൾ, ഒരു വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാൻസ്, നമ്മള് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരു തീരുമാനിക്കുന്ന ഒരു ഇതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റുകൾ, അതേപോലെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇനി എന്തെങ്കിലും എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ടോ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ടോ, അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ആവശ്യത്തിനുള്ള ഫണ്ടുകൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. ഇനി നമ്മുടെ ഓവറോൾ വർക്കിംഗ്, നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ എല്ലാ ഡേ ടു ഡേ ഓപ്പറേഷൻസ് പ്രോപ്പർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കറക്റ്റ് രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് വേണം. എഫക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിച്ച് നല്ല രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യണത്, പഠിക്കണതൊക്കെ. ഈ കോഴ്സ് എടുത്ത എല്ലാവരുടെയും മനസ്സിലും ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാം, പക്ഷെ നമുക്ക് ആകാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് മേഖലകൾ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു ഇല്ലേ? നമ്മള് മെഡിക്കൽ അല്ലാണ്ട് ഒരുപാട് മേഖലകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിന്റെ അകത്ത് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കാര്യം പറഞ്ഞപ്പോഴും എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ മെഡിക്കൽ എന്നല്ലാണ്ട് വേറെ ഒരുപാട് മേഖലകൾ നമുക്ക് അവിടെ തന്നെ വേക്കൻസികൾ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണ് പോകുന്നത്, എല്ലാ പേപ്പർ വർക്കും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, റെക്കോർഡൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ, പേഷ്യൻസിന്റെ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നമ്മൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരും, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് വരും.
ഇനി നമുക്ക് നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ എന്താണെന്ന്. എല്ലാവരും ടെസ്റ്റിലേക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് in this department is give the aim of recruiting efficient human resource for the hospital. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സെലക്ഷൻ നടത്തണം. ഇപ്പൊ സ്റ്റാഫിംഗ് ആണ് അവിടെ പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ ആ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റാഫ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നു. റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബ്. നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളെ നല്ല ആ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. ഇറ്റ് ഓൾസോ create policies and procedures that the staff have to follow in the hospital. ഹോസ്പിറ്റലിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവിടുത്തെ സ്റ്റാഫുകൾ എന്തൊക്കെ പോളിസീസ് ആണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ടൈമിങ്ങിന്റെ കാര്യത്തിലാവട്ടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ ആ പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു HRM ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനായിട്ടും തോന്നുന്നുണ്ട് HRM ട്ടാ. അപ്പൊ നമ്മള് നല്ല ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ്. ഒരാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നല്ല ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിലാണ് അയാൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആള് ഭയങ്കര പ്ലസന്റ് ആയിരിക്കും. എത്ര എന്താ പറയുക കഠിനമായിട്ടുള്ള ജോബ് ആയാലും നമുക്കത് ചെയ്യുമ്പോൾ എന്തൊരു ഹാപ്പിനെസ്സോടെ നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്കി ആയിട്ടുള്ള ഏരിയ ആണ്. ഇത്തിരി എന്താ പറയാ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ അവിടെ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് അസുഖങ്ങളൊക്കെ നമുക്ക് സ്പ്രെഡ് ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യണം. ഈ നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സേഫ്റ്റിയും കൂടി മുന്നിൽ കണ്ടിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു നല്ല ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ആൻഡ് പ്രൊവിഷൻസ് ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. മോണിറ്ററി ബെനിഫിറ്റ്സ് എന്താണ്? നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടാം, മോണിറ്ററി ബെനിഫിറ്റ്സ്, മണി അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസിന് നമുക്ക് റിട്ടേൺ കിട്ടാന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്. പൈസ അല്ലെങ്കിൽ നമുക്ക് സാലറി, വേജ്, അതാണ് മോണിറ്ററി ബെനിഫിറ്റ്സ് വരുന്നത്. നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. നമുക്ക് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അവരുടെ റിലേറ്റീവ്സിനും അല്ലെങ്കിൽ പാരന്റ്സിനോ ഡിപ്പെൻഡന്റ് പാരന്റ്സിനോ ഡിപ്പെൻഡന്റ് ചൈൽഡിനോ ഒക്കെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്കോ അവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് ഫ്രീ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില ഹോസ്പിറ്റൽസ് അങ്ങനെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇല്ല അല്ലെ? പക്ഷെ ചില ഹോസ്പിറ്റൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് ഇപ്പൊ അവിടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ട്രീറ്റ്മെന്റില് ഉണ്ട്. കുറെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്റെ അടുത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേന്. ഇപ്പൊ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ PF, PPF അങ്ങനെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PF എന്ന് വെച്ചാൽ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്, ബോണസുകൾ കൊടുക്കും. അതൊക്കെ എന്താണ് ഈ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് പെടുന്നതാണ്. ഫോർ ദ എംപ്ലോയീസ് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ്, ശരിയാണ്, PFന്റെ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ പേ ചെയ്തോളൂ. ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ഓഫ് ദ സർവീസ് rendered by the employees. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നോൺ മോണിറ്ററിങ് ആൻഡ് മോണിറ്ററിങ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്? നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസ്, നമ്മൾ എംപ്ലോയീസ് റെൻഡർ ചെയ്യുന്ന സർവീസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ നമുക്ക് തരുന്നതാണ്. ഏത് രൂപത്തില്? മോണിറ്ററി പൈസയുടെ രൂപത്തില് അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. പാരന്റ്സ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരന്റ്സിനൊക്കെ ട്രീറ്റ്മെന്റ് ചില ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആയിരിക്കും.
ഇപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു സ്കീം ഉണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവണമെന്നില്ല, ചില ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സ്കീം ഉണ്ടാവും. നമ്മുടെ പാരന്റ്സിന് അതേപോലെ നമ്മുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണ ചിൽഡ്രൻസിനും അവിടെ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൺസെഷണൽ റേറ്റിലായിരിക്കും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ കേട്ടോ. അതേപോലെ ബെനിഫിറ്റ്സ് പറയണം, ഒന്ന് വായിച്ചു നോക്കിയേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് വായിച്ചു നോക്കിയ എല്ലാവരും. എല്ലാരും വായിച്ചോ? നെക്സ്റ്റ് എടുത്തോട്ടെ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഫിനാൻസ്. ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് നല്ല സൗണ്ട് ഫിനാൻസ് വേണം നമുക്ക് വിചാരിച്ചിട്ടുണ്ടാവും. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫണ്ട് ആവശ്യമാണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എല്ലാ ഫിനാൻഷ്യൽ മാറ്റേഴ്സും ഹാൻഡിൽ ചെയ്യുന്ന ഏതാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. They make the budget, financial plans for the future, distribute the financial resources to various department of the hospital for their upgradation. അപ്പോൾ നമ്മൾ പുതിയ ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുക, ഫിനാൻഷ്യൽ പ്ലാൻ, ഭാവിയിലേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനുകൾ തയ്യാറാക്കുക, എക്സ്പാൻഷനോ അല്ലെങ്കിൽ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള പ്ലാനുകൾ, അതിന് എത്ര ഫണ്ട് വരും, എന്തൊക്കെ ഇക്വിപ്മെന്റ്സ് ആണ് വാങ്ങിക്കേണ്ടത്, അതിന് എത്ര ചെലവ് വരും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദെയർ അപ്ഗ്രേഡേഷൻ. അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടൊക്കെ അവർ എന്തെങ്കിലും യൂസ് ചെയ്യും. ദേ ഓൾസോ പ്രൊവൈഡ് വേജ് സെറ്റിൽമെന്റ് ഫോർ ദ സ്റ്റാഫ്. ഓവർസീൻ നമ്മുടെ സ്റ്റാഫുകൾക്ക് വേജ് അല്ലെങ്കിൽ സാലറി ഒക്കെ കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്? ഫിനാൻസിനായിരിക്കും ഈ ഫണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കണം എന്നൊക്കെ ഹ്യൂമൻ റിസോഴ്സ് പറയുമെങ്കിലും ഈ ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് ഓവർസീ ദ പർച്ചേസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള എല്ലാ മെഡിക്കൽ സപ്ലൈസ് പർച്ചേസ് ചെയ്യാനും അതേപോലെ ഫാർമസ്യൂട്ടിക്കൽസ് ഫോർ ദ ഹോസ്പിറ്റൽ, നമ്മൾ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനും ഇതെല്ലാത്തിനും ഉള്ള ഫണ്ട് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആസ്പെക്ടുള്ള എന്ത് തീരുമാനവും തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ നാം പറയുന്നത് ഹോസ്പിറ്റലിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റൺ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. This department is the power of looking after the daily operations of the hospital. In the hospital, the daily operations, daily work നമ്മൾ ഹാൻഡിൽ ചെയ്യും, വർക്കുകൾ എങ്ങനെ ചെയ്തു പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. They look after all the paper work of the hospital. ഈ ഹോസ്പിറ്റൽസിലെ ബാക്കി എല്ലാ പേപ്പർ വർക്ക്സും ഹാൻഡിൽ ചെയ്യുന്നത് റെക്കോർഡ് കീപ്പിംഗ്, അങ്ങനെ ഒരുപാട് ഫയൽസുകളൊക്കെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് എൻഷുർ ദാറ്റ് എവറി ഡിപ്പാർട്ട്മെന്റ് ഫോളോസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ഓഫ് ദ ഹോസ്പിറ്റൽ. അതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ also organize and support the patient total medical care.
നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ പേഴ്സണൽ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒരു ടൈം പീരീഡ്, ഒരു എപ്പിസോഡ് ഓഫ് ഇൽനെസ്സിലായിരിക്കും പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. അപ്പൊ ആ ടൈമിൽ നമ്മൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും സപ്പോർട്ടും ആർക്ക് കൊടുക്കണം, പേഷ്യൻസിന് കൊടുക്കണം. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇന്റഗ്രേറ്റിംഗ് വേരിയസ് ഫങ്ഷൻസ് ആൻഡ് സർവീസ്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷൻസും സർവീസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും വായിച്ചേ. വേജ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി ഒക്കെ കൊടുക്കില്ലേ, അതിന് ഉദ്ദേശിക്കുന്ന വേജ് നമ്മൾ എങ്ങനെയാണ് പൈസ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം, ആ ഫണ്ട് എങ്ങനെ കൊടുക്കണം, ആ പൈസ ആ ഒരു ക്യാഷ് എങ്ങനെ എംപ്ലോയീസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനാണ്. വായിച്ചു നോക്കി എല്ലാവരും. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. ചെറിയൊരു പോർഷൻ ആണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ്. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഹ്യൂമൻ റിസോഴ്സ്, ഓപ്ഷൻ ബി ഫിനാൻസ്, ഓപ്ഷൻ സി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കൊടുക്കും ആൻസർ ആയിട്ട്? ഓപ്ഷൻ ഡി കൊടുക്കും. ഓക്കെ. Which department give the aim of recruiting? Which department is responsible for recruiting efficient human resource for hospital? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ ഹോസ്പിറ്റലിലേക്ക് ഹ്യൂമൻ റിസോഴ്സ്? Which department handle the day-to-day operations of the hospital? Which department handle the day-to-day operations of the hospital? Administrative. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയതാണ്, നിങ്ങള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് വലിയൊരു ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ? അത്യാവശ്യം വലിയൊരു ചാപ്റ്ററും അത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഉള്ള ഒരു ചാപ്റ്റർ ആണ് കഴിഞ്ഞത് അല്ലെ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഈ ഒരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് എന്നെ കാണുന്നില്ലേ? ബാക്കി എല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ? എന്നെ കാണാൻ പറ്റാനുള്ള എന്നുള്ള പ്രശ്നമുണ്ടോ? അപ്പൊ മോന്റെ റേഞ്ചിന്റെ പ്രശ്നമാണ് കേടാ. റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്കുക. ഓക്കെ, നമ്മളൊരു വലിയൊരു പോർഷൻ ആണ് കഴിഞ്ഞത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമുക്ക് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ മുകളിലേക്ക് പോകാനായിട്ട് മുമ്പ് ചോദിക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട്? ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണ്. മൊഡ്യൂൾ 2-ലെ ചാപ്റ്റർ 5 തന്നെയാണ്. മൊഡ്യൂൾ 2-ലെ ചാപ്റ്റർ 5 ആണ് ഞാൻ എടുക്കുന്നത്. സെൻട്രൽ സ്റ്റെറിലൈറ്റ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞില്ലേ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചത് CS15 എവിടെയോ പറഞ്ഞില്ലേ? ഓർമ്മയില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു
അത് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്തോ CSSD ഫുൾ ഫോം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മളത് പഠിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പോ ആ ചാപ്റ്റർ ആണ് വന്നിരിക്കുന്നത് CSSD, സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചാണ്. ഓക്കെ, എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം റീയൂസ് ചെയ്യാനായിട്ട്, അണുവിമുക്തമാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, റീയൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ഹോസ്പിറ്റൽസിൽ നമ്മൾ ചില പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് അതേ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ഇല്ലീഗൽ ആണ്, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാനേ പാടില്ല. നമ്മളൊരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആണെന്നാ പറയുന്നത്. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇൻഫെക്റ്റഡ് ആണ്, ആ എക്യുപ്മെന്റ് ഇൻഫെക്റ്റഡ് ആണെന്നാ പറയുക. അത് നമ്മൾ പിന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മളത് റീയൂസ് ചെയ്യാൻ പാടുള്ളൂ, വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇനി സ്റ്റെറിലൈസ് ഒന്നും ചെയ്യാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാവോ, ഒരുപാട് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ, പകർച്ചവ്യാധികളൊക്കെ ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് നമ്മുടെ ഹോസ്പിറ്റൽ മുഖേന എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെയിൻ ആയിട്ട് CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ സർജിക്കൽ എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റീയൂസ് ചെയ്യാനായിട്ട്. അപ്പോ CSSD എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. രോഗികളുടെ പരിചരണത്തിനും അതേപോലെ സുരക്ഷിതത്വമായിട്ട് ആശുപത്രിയില് തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്, സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ്. അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ അണുവിമുക്തമാക്കാനായിട്ട്. കാരണം നമ്മുടെ കണ്ണോട് കാണാൻ പറ്റാത്തത്ര സൂക്ഷ്മമായിട്ടുള്ള ജീവികളായിരിക്കും ഏതിലുണ്ടാവുക, ഈ എക്യുപ്മെന്റ്സിൽ ഉണ്ടാവുന്നത്. ഇത് മറ്റൊരു പേഷ്യന്റ് അത് സെയിം തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യന്റിന് ഇതേ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മുറിവിൽ കൂടെ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും കെയറോട് കൂടി ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ട്. കാരണം എല്ലാ എക്യുപ്മെന്റ്സും നമുക്ക് പുതിയത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ചില എക്യുപ്മെന്റ്സ് ഒക്കെ കോസ്റ്റ്ലി ആണ്, നമുക്കത് റീയൂസ് ചെയ്യേണ്ടതായിട്ട് വരും, വീണ്ടും അത് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എപ്പോഴും വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റണമെന്നില്ല. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് സെയിം ഐറ്റംസ് ഒക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ റീയൂസ് ആണ് ചെയ്യാറ്. സ്റ്റെറിലൈസ് ചെയ്തിട്ട് അണുവിമുക്തമാക്കിയതിനു ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഈ കാര്യങ്ങൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യണത്. നമുക്കൊന്ന് നോക്കാം സെൻട്രൽ സ്റ്റെറിലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, ഒരു നമ്മളെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇസ് ഡൺ. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്റ്റഡ് ആണോ, അണുവിമുക്തമാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ അണുവിമുക്തമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. If the instruments are microbially trained, this leads to increased likelihood of contamination and later of infection of the സർജിക്കൽ ബോണ്ട്. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എല്ലാവരും മൈക്രോബിയൽ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ, ചെറിയ ബാക്ടീരിയ അങ്ങനെ സൂക്ഷ്മജീവികളായിട്ട് മലിനപ്പെട്ടിട്ടുണ്ടാവും, ട്രെയിൻഡ് ആയിട്ടുണ്ടാവും, അങ്ങനെ മലിനപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് എന്തിന് കാരണമാവും, കണ്ടാമിനേഷൻ ഇൻവെസ്റ്റുണ്ടെങ്കിൽ ഇതിന് സ്പ്രെഡ് ഉണ്ടല്ലോ, നമ്മള് ഈ അസുഖങ്ങൾ മറ്റൊരു പേഷ്യന്റിലേക്ക് കണ്ടാമിനേറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യം ആയിട്ട് ട്രാൻസ്ഫറബിൾ ആവും. വെച്ചാൽ ഒരു പേഷ്യന്റില് ഉള്ള അസുഖം മറ്റൊരാളിലേക്ക് ഈ എക്യുപ്മെന്റ്സ് വഴി അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്സ് വഴി ഈ സൂക്ഷ്മജീവികൾ വഴി ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു ചെറിയ മുറിവാണെങ്കിൽ പോലും ഇൻഫെക്റ്റഡ് ആവും. നമ്മൾ വിചാരിക്കും ചെറിയ മുറിവല്ലേ, അത് ഇൻഫെക്റ്റഡ് ആവില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ചിലത് നമ്മൾ ഫുൾ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ. സിറിഞ്ച് അങ്ങനെ ഒറ്റ വൺ ടൈം യൂസ് ഉള്ള ഐറ്റംസ് ഉണ്ട്. ഇനി റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എന്ത് ചെയ്യണം, ഇൻസ്ട്രുമെന്റ്സ്, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ഡിസ്ഇൻഫെക്റ്റഡ് ആക്കി
ഒരു രീതിയിലുള്ള എന്താ പറയാ ബാക്ടീരിയാസും അതിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, റീയൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മള് ഇത് ഒഴിവാക്കണം, ഇങ്ങനെ വരാനുള്ള ചാൻസ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ആസ് ദ റിസൾട്ട്, appropriate sterilization of the surgical equipment is suggested as one of the basic and accepted measures against surgical site infection. ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് വഴി ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ രീതി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വഴി കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ അണുവിമുക്തമാക്കുന്ന രീതിയിലൂടെ കടന്നു വരുന്നതായിട്ട് വരും. ഈ പറയുന്നത് വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറിലൈസ്ഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, എന്താണ് CSSD? CSSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗികളെ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മറ്റൊരു പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരുപാട് കണ്ടാമിനേറ്റഡ് ഡിസീസ് ഉണ്ട്. ഇപ്പോ നമ്മൾ യൂസ് ചെയ്ത പേഷ്യന്റിന് എന്തുണ്ട്, ഒരു എക്സാമ്പിൾ ആണ് എയ്ഡ്സ് അല്ലെങ്കിൽ HIV എന്ന് പറയുന്ന അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതേ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്ത് തന്നെ മറ്റൊരാളെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്യുപ്മെന്റ് വഴി, ഈ ഒരു സർജിക്കൽ എക്യുപ്മെന്റ് വഴി നമ്മൾ ട്രീറ്റ് ചെയ്ത ആൾക്ക് കൂടി എന്ത് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്, എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ് ആണ്, ഫോളോ ചെയ്യേണ്ട ഒരു കുറച്ച് എന്താ പറയാ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. എന്താണ് വാട്ട് ഈസ് CSSD? The CSSD consists of those service within the hospital which accepts, store and process, distribute and control the professional supplies and equipments. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് അവർ ചെയ്യുന്നത്, CSSD എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്ന ആ എക്വിപ്മെന്റ്സ് അവരത് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. കൗണ്ടർ വഴി അത് അക്സെപ്റ്റ് ചെയ്യും, അതെന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. then അത് സ്റ്റോർ ചെയ്ത് അത് പ്രോസസ് ചെയ്യും. സ്റ്റെറിലൈസേഷൻ വഴി അത് കടത്തി വിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ വഴി അത് എന്ത് ചെയ്യും, കടത്തി വിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എക്യുപ്മെന്റ്സ് അണുവിമുക്തമാക്കി ഇതിന് ശേഷം നമ്മൾ അത് എന്ത് ചെയ്യും, നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ അത് ആവശ്യം നമുക്ക് റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യും. ആൻഡ് കൺട്രോൾ ദ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് both sterilized and non-sterilized and from all the department of the hospital for the care and safety of the patient. നമ്മൾ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും, CSSDയിലേക്ക് വരും. എന്നിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പൂർണ്ണമായി ചെയ്തതിന് ശേഷം മാത്രം സ്റ്റെറിലൈസ് ചെയ്തു എന്നിട്ട് അത് പൂർണ്ണമായിട്ട് അണുവിമുക്തമായി എന്നതിന് ശേഷം ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് വിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്ത് പോകുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ CSSDയുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്, അണുവിമുക്തമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് സപ്ലൈ ചെയ്യും. To contribute a reduction in incidence of hospital infection, ഹോസ്പിറ്റൽ വഴി ഇൻഫെക്ഷൻ പകരുക എന്നുള്ളത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇത് പറ്റും. കാരണം നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും നമ്മളുടെ ഹോസ്പിറ്റൽ വഴി എക്യുപ്മെന്റ്സ് വഴി ഒരു ഇൻഫെക്ഷനും പകരുന്നില്ല, നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ പ്രശ്നമില്ല, നമ്മുടെ ഹോസ്പിറ്റൽ വഴി നമുക്ക് ഇൻഫെക്ഷൻ പകരില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. To avoid duplication of the expensive equipments, ഞാൻ പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, പെട്ടെന്ന് നമുക്ക് ഒന്ന് കൂടുതൽ വാങ്ങിക്കാനൊക്കെ പറ്റണമെന്നില്ല. നമ്മൾ നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് റീയൂസ് ചെയ്യുകയാണെങ്കിൽ ഈ നമുക്ക് ഈ എക്സ്പെൻസിന്റെ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സ്പെൻസ് നമുക്ക് വേണ്ട വരില്ല. 2-3 പ്രാവശ്യം വാങ്ങിക്കുന്നതിനും പകരമായിട്ട് അത് ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം അത് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. ടു കീപ് ദ റെക്കോർഡ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്
ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. നമ്മുടെ CSFT ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെല്ലാം എക്യുപ്മെന്റ്സ് ആണ് ക്ലീനിങ്ങിന് വേണ്ടി വന്നത്, അതേപോലെ എന്തൊക്കെ ഡിസ്ഇൻഫെക്റ്റഡ് ആയി, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു റെക്കോർഡ് CSFT ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യാറുണ്ട്. To exhibit and impose the control to avert cross infections. നമുക്ക് ഒഴിഞ്ഞുകൂടാവുന്ന അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫെക്ഷൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമ്പോസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. പ്രതിരോധിക്കുന്നതിന്റെ മീനിങ് to maintain an inventory of the supplies and equipments. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സിനെയും സപ്ലൈസിനെയും ഒരു ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാണ്. സോ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം പുതിയത് വാങ്ങിക്കുന്നതിന് പകരം അത്രയും ടൈമിനേക്കാളും കൂടുതൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് അത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. To arrange a safe environment of the patients and staff. നമ്മൾ പറഞ്ഞു ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസിന്റെ ഹെൽത്ത് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് സ്റ്റാഫുകൾക്കും മറ്റു സ്റ്റാഫുകൾക്കും ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എൻവയോൺമെന്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, CSFTക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ഉറപ്പ് പറയാൻ പറ്റും നമ്മുടെ ഹോസ്പിറ്റൽ വഴി അല്ലെങ്കിൽ നമ്മളുടെ ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് വഴി ഒരാൾക്കും അസുഖം സ്പ്രെഡ് ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടും അങ്ങനെ അസുഖം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. ഒന്ന് വായിച്ചു നോക്കിയേ, എന്താണ് CSFT ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് CSFT ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. മോന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് പറയാം. ബാക്കി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? പോർഷൻ എടുത്തതിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ചോദിക്കാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ഹോസ്പിറ്റൽസിൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താണ് മലിനമാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാല് എന്താ പറയാ, സൂക്ഷ്മജീവികളായിട്ട് മലിനമായി കട്ടായി പോയില്ലേ, കുഴപ്പമില്ലാണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമ്മള് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ആ യൂസിന്റെ സമയത്ത് തന്നെ എന്താ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ മറ്റുള്ള പേഷ്യൻസിലേക്കും സ്റ്റാഫിലേക്കും സ്പ്രെഡ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യും, നല്ല രീതിയിൽ അണുവിമുക്തമാക്കി എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസ് നോക്കി നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ സപ്ലൈ ചെയ്യണം. അതേപോലെ ഹോസ്പിറ്റൽ വഴിയുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കണം. അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്, ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അത് നമുക്ക് വീണ്ടും വീണ്ടും പുതിയത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ കയ്യിൽ ഫണ്ട് പോകും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ നല്ല സ്റ്റെറിലൈസേഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ, വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാണെങ്കിൽ നമുക്കത് ബെനിഫിറ്റ്സ് ആണെന്നാ പറയുന്നത്. അതേപോലെ നമ്മള് ഒരു റെക്കോർഡ് ഹോസ്പിറ്റൽ സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എത്ര ഐറ്റംസ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതിന്റെയൊക്കെ റിസൾട്ടുകൾ എഴുതി വെക്കുന്ന ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ക്രോസ് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൺട്രോൾ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, CSFTക്ക് പറ്റും. അതേപോലെ
നമ്മളുടെ ഹോസ്പിറ്റലിൽ ഒരു സപ്ലൈസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് CSST ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്കൊരു ഹോസ്പിറ്റലിൽ സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനും അതേപോലെ അവരുടെ സ്റ്റാഫിനും വേണ്ടിയിട്ട് ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനും ആർക്ക് പറ്റും? CSST കൊണ്ട് പറ്റും. കാരണം അവര് യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതുവഴി നമുക്ക് എന്ത് സ്പ്രെഡ് ചെയ്യില്ല, ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ചെയ്യില്ലാണ് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാം. സോറി ട്ടോ, മ്യൂട്ട് ആയിരുന്നേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളത് മിണ്ടാത്തെ? എടാ, നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ നമുക്കത് നിങ്ങളുടെ മുഖത്ത് മനസ്സിലാക്കാൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ എനിക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റാം. ഓക്കെ, SSI ഒന്നും കൂടി പറയാമോ? ഓക്കെ, ഏതാണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ്. നമ്മൾ സർജിക്കൽ സൈറ്റ് എന്ന് പറയുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് നമ്മള് എന്താ പറയുന്നത്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വഴി നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മലിനമാവുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. മലിനമാവുക, കണ്ടാമിനേറ്റ്. നമ്മളപ്പോ എന്താണ്, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർജിക്കൽ സ്റ്റെറിലൈസേഷൻ മെഷേഴ്സ് എടുത്തില്ലാത്ത പക്ഷം നമ്മൾ ആ എക്യുപ്മെന്റ്സ് വഴി നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പകരുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് CSST നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട്, അപ്രോപ്രിയേറ്റ് സർജിക്കൽ sterilization of surgical instrument is suggested. One of the basic and accepted measures against surgical site infection. നമ്മൾ ചെറിയൊരു മുറിവിൽ കൂടെ പോലും എന്ത് ചെയ്യാനുള്ള ഇൻഫെക്ഷൻ പകരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? CSST നമ്മളെ വളരെ വലുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ എന്താ പറയാ, വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത പോർഷനിലേക്ക് എത്തിക്കട്ടെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാലോ? എടുക്കാലോ? ഓക്കെ അല്ലേ എല്ലാവരും? ഇനി ഡിസൈനിങ് ഓഫ് CSST. നമ്മൾ CSST എവിടെ വരണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ ആണ് പറയാൻ പോകുന്നത്. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSST ഡിഫറെന്റ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് അതിന്റെ സൈസും അതിന്റെ വലിപ്പവും അതേപോലെ അതിന്റെ ലൊക്കേഷൻസും എന്താണ് മാറിക്കൊണ്ടിരിക്കും. ഓരോ നമ്മൾ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഒരു അത്യാവശ്യം വലിയ ഒരു ഏരിയ ആയിരിക്കും CSST ആയിട്ട് എടുക്കുന്നത്. ചെറിയ ഹോസ്പിറ്റൽ, അധികം അത്യാവശ്യം കുറച്ച് പേഷ്യൻസ് ഒക്കെ വരുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്ര വലിയൊരു ഏരിയ വേണമെങ്കിൽ നമുക്ക് CSSTക്ക് വേണ്ടിയിട്ട്. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് പോസിബിൾ. സാധാരണയായിട്ട് നമ്മള് CSST ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചു തന്നല്ലേ, എന്താണ് OT? OT എന്താ? ഷോർട്ട് ആയിട്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ. നെക്സ്റ്റ് AE ഡിപ്പാർട്ട്മെന്റോ? AE ഡിപ്പാർട്ട്മെന്റ് ആർക്കറിഞ്ഞൂടാ AE ഡിപ്പാർട്ട്മെന്റ് എന്താന്ന്? എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഞാൻ തന്നെ എടുത്തതാണ്. ഡിപ്പാർട്ട്മെന്റ്സിൽ AE ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഷോർട്ട് ആയിട്ട് നമ്മൾ AE ഡിപ്പാർട്ട്മെന്റ് എന്നും കാഷ്വാലിറ്റി എന്നും അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയാറുണ്ട്. കാഷ്വാലിറ്റിനെ AE ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാനായിട്ടാണ്. ഓക്കെ, അപ്പോ നമ്മൾ CSST എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിനോ
അതേപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റും വാർഡിലേക്ക് അടുത്തായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. The CSST layout should be designed in unidirectional flow. യൂണിഡയറക്ഷണൽ ഫ്ലോയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, CSST ഡിസൈൻ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കി, ജനറൽ CSST ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാർട്ട് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ? കാണുന്നില്ല എല്ലാവരും? ഒരു റെഡ്, ബ്ലൂ, ഗ്രീൻ സോൺ, അത് യൂണി ഡയറക്ഷൻ ആണ്. ഒരു ആരോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതില് ഇമേജിൽ കാണാൻ പറ്റുന്നില്ലേ? ഒരു ആരോ, ഒരു സൈഡിലേക്ക് മാത്രം ആരോ പോണത്. ഓക്കെ, ആ ആരോ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് യൂണി ഡയറക്ഷൻ ആണ്. ഇപ്പൊ സോളിഡ് ആയിട്ടുള്ള സോൺ എന്ന് പറഞ്ഞാല് മലിനമായിട്ടുള്ള ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ എന്ത് സ്വീകരിക്കുന്നത്, നമ്മളുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്, സർജിക്കൽ എക്യുപ്മെന്റ്സ് സ്വീകരിക്കുന്ന ഏരിയയാണ് ഏത്, സോളിഡ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്, ഒരു തടസ്സം, ഒരു ബാരിയർ മറ വെച്ചിട്ടുണ്ട്. ദെൻ ഈ സോളിഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മളിവിടെ റിസീവ് ചെയ്തിട്ട് ദെൻ അത് എവിടെ പോകും, ക്ലീനിങ് ഏരിയ അല്ലെ, ക്ലീനിങ് സോണിലേക്ക് പോകും. ഇവിടെ വെച്ചാണ് നമ്മൾ ഒരുപാട് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് വഴി ഈ എല്ലാ എക്യുപ്മെന്റ്സും ക്ലീൻ ചെയ്ത് എടുക്കുന്നത്, പ്രോപ്പറായിട്ട് ക്ലീൻ ഡിസ്ഇൻഫെക്ട് ചെയ്ത് എടുക്കുന്നത് ഏത് സോണിലാണ്, ക്ലീനിങ് സോണിൽ വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ബാരിയർ കടന്ന് അത് സ്റ്റെറിലൈസ് സോണിലേക്ക് വരും. ഏത് ബാരിയർ എവിടെ വരും, സ്റ്റെറിലൈസ് സോണിലേക്ക്. സ്റ്റെറിലൈസ് സോണിലേക്ക് വരുന്ന എല്ലാ എക്യുപ്മെന്റ്സും അണുവിമുക്തമായിരിക്കും. ഇവിടെ വെച്ച് ക്ലീനിങ് സോണിൽ വെച്ച് നമ്മൾ അണുവിമുക്തമാണ് എന്ന് ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് എക്യുപ്മെന്റ്സ് ഏത് സോണിലേക്ക് മാറ്റുന്നത്, സ്റ്റെറിലൈസ് സോണിലേക്ക് മാറ്റുന്നത്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് നമുക്ക് എക്യുപ്മെന്റ്സ് ഈ യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ്, ഒറ്റ ഡയറക്ഷനിലാണ് എക്യുപ്മെന്റ്സ് പോകുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുക, ഒരു ഇതിൽ കൂടെ നമ്മൾ എന്ത് കൊടുക്കും, എക്യുപ്മെന്റ്സ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് മറ്റൊരു ഏരിയയിൽ കൂടെയാണ് നമ്മളത് സ്റ്റെറിലൈസ് സോണിൽ കൂടെയാണ് അത് എന്ത് ചെയ്യണം, നമുക്ക് ക്ലീൻഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റിസീവ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. നമുക്ക് നോക്കാം. The CSST layout should be designed in a unidirectional flow. The multi-stored building CSST may be formed in the lower floor right under OT. സാധാരണയായിട്ട് CSST മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗിലായിരിക്കും സാധാരണയായിട്ട് CSST ഉണ്ടാവാം. ഇതൊരു നമുക്ക് സാധാരണയായിട്ട് OT ഡിപ്പാർട്ട്മെന്റ് അടുത്തായിട്ട് ലോവർ ഫ്ലോറിലായിട്ടായിരിക്കും മെയിനായിട്ട് OT ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അടുത്തായിട്ടായിരിക്കും CSST ഉണ്ടാവാം. Where the perpendicular movement will be shift possible movement of material. Perpendicular ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഇങ്ങനെ ഒറ്റ ഡയറക്ഷനിലാണ്, യൂണിഡയറക്ഷണൽ മൂവ്മെന്റ് തന്നെയാണ്, യൂണിഡയറക്ഷണൽ ഫ്ലോനെ തന്നെയാണ് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ഡയറക്ഷനിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്യുപ്മെന്റ്സ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എക്യുപ്മെന്റ്സ് ഡിസ്ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്വീകരിക്കുകയും സോളിഡ് സോണിൽ നമ്മളത് സ്വീകരിച്ച് അത് ക്ലീൻ സോണിലേക്ക് കടത്തിവിട്ട് അത് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെവിടേക്ക് സ്റ്റെറിലൈസ് സോണിലേക്ക് കടത്തിവിടുന്നത്. അവിടെ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോ കറക്റ്റ് ആയിട്ട് സോളിഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറിലൈസ് സോൺ, അതൊരു ഫ്ലോ ആണ്, യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്, പെർപെൻഡിക്കുലർ മൂവ്മെന്റ് ആണ്. ഒരു പെർപെൻഡിക്കുലർ മൂവ്മെന്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്യുപ്മെന്റ്സ് ഫ്ലോ ചെയ്യുന്നത്. ഇത് മനസ്സിലായി കാണും. ഒരു കൗണ്ടറിൽ കൂടെ ആയിരിക്കും നമ്മൾ ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണത് കൊടുക്കുന്നത്. അവിടെ വെച്ച് നമ്മളത് ചെക്ക് ചെയ്ത് നമ്പർ ഒക്കെ കൗണ്ട് ചെയ്ത് അവരത് എന്ത് ചെയ്ത് റിസീവ് ചെയ്ത് ദെൻ അത് ക്ലീൻ സോണിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും. ക്ലീൻ സോണിൽ വെച്ച് ക്ലീൻ ചെയ്ത് ഡിസ്ഇൻഫെക്റ്റഡ് ആയി ഡിസ്ഇൻഫെക്റ്റഡ് ആയി അണുവിമുക്തമായി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഏത് സോണിലേക്ക് മാറ്റും, സ്റ്റെറിലൈസ് ചെയ്യുന്ന സോണിലേക്ക്. അവിടെ വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, റീയൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് അപ്പൊ ആവശ്യാനുസരണം അവർക്ക് റിക്വസ്റ്റ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് സപ്ലൈ ചെയ്യും. ഒന്ന് വായിച്ചു നോക്കിയേ, ഈ ഒരു ഡിസൈൻ ഓഫ് CSST ഒന്ന് വായിച്ചു നോക്കിയേ. ഈ സോൺ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിംബമായിട്ട് ലിംബമായിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഫ്ലോ ആണ്, യൂണിഡയറക്ഷണൽ ഫ്ലോനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയാം. CSST സാധാരണയായിട്ട് ഓരോ ഹോസ്പിറ്റലിലെയും
വലിപ്പം അതേപോലെ സൈസും അനുസരിച്ച് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. CSST എവിടെയാണ് വെച്ചാൽ ഹോസ്പിറ്റൽ ചെറുതാണെങ്കിൽ CSSTയുടെ വലിപ്പവും നമുക്ക് സാധാരണയായിട്ട് ചെറുതായിരിക്കും. വലിയ ലാർജ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ വലിയ CSST ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ സാധാരണയായിട്ട് CSST ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തിയേറ്ററിന്റെയും അതേപോലെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെയും വാർഡിന്റെയും അടുത്തായിട്ടായിരിക്കും. കാരണം എമർജൻസി ആയിട്ട് നമുക്ക് എക്യുപ്മെന്റ്സ് പെട്ടെന്ന് സപ്ലൈ കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 3 ഏരിയാസിനും അടുത്തായിട്ട് CSST നമ്മൾ ലൊക്കേറ്റ് ചെയ്യാറ്. ഇനി CSSTയുടെ ലേ ഔട്ട് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ്. ഒറ്റ ഡയറക്ഷനിൽ കൂടെയാണ് കടന്നു വരുന്നത്. നമ്മൾ ഒരു ഏരിയയിൽ കൂടെ എന്ത് ചെയ്യും, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കും. ഒരു ഏരിയയിൽ കൂടെ മാത്രം അത് എന്ത് ചെയ്യും, വാങ്ങിക്കും. ദെൻ അത് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്നത് വേറൊരു ഏരിയയിലായിരിക്കും. അപ്പോൾ ഈ ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മിക്സ് ആവില്ല. അതേപോലെ അവിടെ നിന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കുറവാണ്. ഇങ്ങനെ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് ആണെങ്കിൽ ആ ഒരു ലിംബമായിട്ടുള്ള മൂവ്മെന്റ് നടക്കണമെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒറ്റ ഫ്ലോ ആണ് പറഞ്ഞു. സോളിഡ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്വീകരിക്കുന്ന ആ പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളിഡ് സോൺ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഏരിയയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഏരിയ അവിടെ നേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് യൂസ് ചെയ്ത എന്താണ് എക്യുപ്മെന്റ്സ്, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ അവരത് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യണം, അത് കളക്ട് ചെയ്ത് നമ്പറൊക്കെ ഇന്ന കാര്യങ്ങൾ ഇന്ന നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ അവർ എഴുതി വാങ്ങിച്ചത് കറക്റ്റ് ആണ് നോക്കി അവരെന്ത് ചെയ്യും, ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് കൊടുത്തു. ക്ലീൻ ചെയ്യുന്ന ഏരിയ അവിടെ വെച്ചാണ് ഈ വാഷ് ഒക്കെ ചെയ്യുന്നത്, അതേപോലെ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യുന്ന ഏരിയയാണ് ഈ ക്ലീൻ സോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ വെച്ചത് ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് ഡിസ്ഇൻഫെക്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ആ എക്യുപ്മെന്റ്സ് ഏത് സോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സ്റ്റെറിലൈസ് സോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മുഷി ഒന്നുകൂടി പറഞ്ഞുതരാൻ ചോദിച്ച ആൾക്ക് മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ആ സോണുകൾ ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞു? ഓക്കെ, ഞാൻ ഇത്രയും അടുത്തേം കൂടി എടുക്കട്ടെ, പ്ലാനിങ് ഓഫ് CSST കൂടി എടുത്തോട്ടെ. ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഷോർട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് കാഷ്വാലിറ്റി ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ അതിന് ഷോർട്ട് ആയിട്ട് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതാണ് ഡിപ്പാർട്ട്മെന്റ്. ഇനിയാണ് പ്ലാനിങ് ഓഫ് CSST. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം പ്ലാനിങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ഫ്ലോയും ഓർഗാനോഗ്രാമും പറയേണ്ട വരും. അടുത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ നമ്മൾ ഇന്ന് എടുത്തത് ഒന്നും കൂടി പറയാം. സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തത്. നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ സർജിക്കൽ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്ത് വേണം റീയൂസ് ചെയ്യാനായിട്ട്, അണുവിമുക്തമാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. നമ്മള് ഇപ്പൊ നിങ്ങൾ സ്റ്റെറിലൈസേഷൻ എന്ന് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മീനിങ് ആണ് വരുന്നത്. അതല്ല കറക്റ്റ് മീനിങ്, അണുവിമുക്തമാണെന്നാണ് കേട്ടോ. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ലേറ്റർ ഒക്കെ നോക്കുകയാണെങ്കിൽ
സ്റ്റെറിലൈസേഷൻ എന്നുള്ള മീനിങ്ങിന്റെ പേര്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണുവിമുക്തം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്നുള്ള മീനിങ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളത് നോക്കണം. നമ്മൾ ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രം വേണം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് CSST എന്ന് പറയുന്നത്. CSSTയുടെ എന്താണ് CSST നോക്കി, എന്താണ് ഒബ്ജക്റ്റീവ്സ് നോക്കി, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് സെയിം ആണ് നോക്കി. പിന്നെ ഡിസൈനിങ് ഓഫ് CSST എങ്ങനെ ഡിസൈൻ ചെയ്യണം. കാരണം നമ്മൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഒരിക്കലും നേരിട്ട് കണ്ടുപിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് വരാൻ പാടില്ല. കാരണം കൺഫ്യൂഷൻ വരാനുള്ള ചാൻസും, അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വീണ്ടും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒരുമിച്ചൊക്കെ ട്രെയൊക്കെ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു യൂണി ഡയറക്ഷനിൽ ഏകദിശയായിട്ട് ഇതിനൊരു ഫ്ലോ വരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു, അത് ക്ലീൻ ചെയ്ത് മറ്റൊരു കൗണ്ടറിലൂടെ നമ്മൾ സ്റ്റെറിലൈസ് സോണിലൂടെ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് CSST നടക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും ഒന്ന് ഡിപ്പാർട്ട്മെന്റിലെ അവസാനത്തെ പോർഷൻസും ഒന്ന് നല്ല രീതിയിൽ വായിക്കാം. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ CSST ഈ ഒരു പേജും നല്ല രീതിയിൽ ഒന്ന് വായിച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായോ ക്ലാസ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. ഞാൻ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ക്ലാസ് വിട്ട് പോകുള്ളൂ. താങ്ക് യു.